നമ്മൾ ഇതുവരെ കണ്ടത് സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നു. ശരിക്കുള്ള പൂരം ഇനിയാണ് തുടങ്ങാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. പറഞ്ഞു വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഉടലെടുത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്, ഒരു തർക്കത്തെക്കുറിച്ചാണ്. ജെറുസലേം പോസ്റ്റ് ജെറുസലേം പോസ്റ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ മാധ്യമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നാണ്. കഴിഞ്ഞ ദിവസം അവരൊരു വാർത്ത എഴുതി. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ക്ലെയിമിന് ശേഷം അയൺ ഡോം യഥാർത്ഥത്തിൽ അമേരിക്കയുടേതാണോ അതോ ഇസ്രയേലിൻ്റെതാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമാണ് ദ ജെറുസലേം പോസ്റ്റ് എഴുതിയത്. കുറച്ചുപേര് എന്താണ് ട്രംപ് പറഞ്ഞത് എന്ന് കേട്ട് കാണും. കേൾക്കാത്ത പ്രേക്ഷകർ ഒരുപാടുണ്ടാവും. അവരോടായിട്ടാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനോടും ഇസ്രയേലിനോടും പച്ചയ്ക്ക് പറഞ്ഞു, മതി 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 മതി, നിങ്ങൾ ഈ അയൺ ഡോമിന്റെ ക്രെഡിറ്റ് എടുക്കുന്ന പരിപാടി നിർത്ത്. അത് അമേരിക്കൻ ടെക്നോളജിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. അത് നിങ്ങൾ ഉണ്ടാക്കിയതാണെന്നുള്ള ക്രെഡിറ്റ് നിങ്ങൾ എടുക്കരുത് എന്ന് പച്ചയ്ക്ക് ലോകം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ ആ ട്രംപിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരു അഹങ്കാരത്തിന്റെ സ്റ്റൈൽ, അതേ സ്റ്റൈലിൽ തന്നെ ട്രംപ് പറഞ്ഞു, നിങ്ങൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കേണ്ട, അത് അമേരിക്കൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ സാധനമാണ്. കുറെ കാലമായിട്ട് ഞാനിത് കേൾക്കുന്നു, അയൺ ഡോം ഇസ്രയേലിന്റെ ആണ്. അല്ല, അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, US ടെക്നോളജി ആണെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതാണ് ഇസ്രയേലിനെയും വിശേഷിച്ച് നെതന്യാഹുവിനെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഇനിയൊരു കാര്യം സൂചിപ്പിക്കാം. അതായത് ശരിക്കും അമേരിക്കയും ട്രംപും അവരുടെ സഖ്യരാജ്യങ്ങളോട് ചെയ്തതിന്റെ 1000-1 പോലും ഇതുവരെ നമ്മുടെ ഇന്ത്യയോട് ചെയ്തിട്ടില്ല. അത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമുക്ക് ആകെ അമേരിക്ക ഉണ്ടാക്കിയ ഒരു പ്രശ്നം എന്താണ്? 50% താരിഫ് ചുമത്തി എന്നുള്ളതല്ലേ ഉള്ളൂ. അത് വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം സ്വന്തം സഖ്യരാജ്യങ്ങളോട് അമേരിക്കയും ട്രംപും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഇന്ത്യക്ക് 50 ഒരു 500% താരിഫ് തന്നാലും അതൊന്നും വലിയ വിഷയമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. അമേരിക്കയോടൊപ്പം എക്കാലവും അടിയുറച്ച് നിന്നിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ട്, എല്ലാ കാലവും US-നൊപ്പം നിന്ന കാനഡയെ വെറുപ്പിച്ചുകൊണ്ട്, എല്ലാ കാലവും അമേരിക്കയോടൊപ്പം നിന്നത് ഇസ്രയേലിനെ വെറുപ്പിച്ചുകൊണ്ട്, അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കളിയിൽ നമ്മൾ തൽക്കാലം സേഫാണ്. കാനഡക്കിട്ടൊരു മുട്ടം പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ട്രംപ്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോ സംസാരിക്കാം. എന്തായാലും ഇപ്പോൾ ഇസ്രയേലിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജെറുസലേം പോസ്റ്റ് അവരുടെ ആ ഒരു ലേഖനത്തിൽ പറയാൻ ശ്രമിക്കുന്നത് ഇത് ഇസ്രയേലിന്റെ ടെക്നോളജിയാണ്. എങ്ങനെയാണ് ഈ ഒരു അയൺ ഡോം എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയത്, അതിൽ US-ന്റെ ഒരു പങ്കാളിത്തം ഏത് മേഖലയിലൊക്കെ ആയിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ലേഖനമാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇത് ഇസ്രയേലിന്റെ ഒരു അഭിമാനമാണ് എന്നുള്ള തരത്തിൽ. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, 2 തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അയൺ ഡോമിനെ കുറിച്ചും ഇസ്രയേലിനെ കുറിച്ചുമുണ്ട്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഒരുപാട് പേരുടെ വിമർശനങ്ങളും നമുക്ക് കേൾക്കേണ്ടി വന്നു. അതെന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ എല്ലാവരും കണ്ടു കാണണമെന്നില്ല. അതായത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ, ഈ രാജ്യം പൂർണ്ണമായിട്ടും ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് എന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണ ആദ്യം നമ്മൾ മാറ്റണം. ഇസ്രയേൽ അമേരിക്കയുടെ മറ്റൊരു വെസൽ സ്റ്റേറ്റ് ആണ്. മിഡിൽ ഈസ്റ്റിനെയും അതുപോലെ ഏഷ്യയിലുമുള്ള അമേരിക്കയുടെ പല പദ്ധതികളും അവർ ഇസ്രയേലിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്. ഇസ്രയേലിൽ അമേരിക്കൻ സൈന്യത്തിന് ഇപ്പൊ തുർക്കിയിലൊക്കെ ഉള്ളതുപോലെ വലിയ സാന്നിധ്യമൊന്നുമില്ല, ജർമ്മനിയിലോ യൂറോപ്പിലോ ഒക്കെ ഉള്ളതുപോലത്തെ വലിയ സാന്നിധ്യമില്ല. പക്ഷേ ഇസ്രയേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ വേണമെങ്കിൽ ഏഷ്യയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് എന്ന് പറയാം. അതായത് ഇസ്രയേലിന്റെ ടെക്നോളജി ആയിക്കോട്ടെ, എക്കണോമി ആയിക്കോട്ടെ, ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് പിടിച്ചു നിർത്തുന്നത് US കൊടുക്കുന്ന പണമാണ്. ഈ അയൺ ഡോമിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അമേരിക്ക ക്ലെയിം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ശരിയാണ്, ഇസ്രയേൽ തന്നെയാണ് അയൺ ഡോം ഉണ്ടാക്കിയത്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ സാമ്പത്തിക സഹായമാണെങ്കിലും ടെക്നോളജി സപ്പോർട്ടാണെങ്കിലും മാനുഫാക്ചറിങ് സപ്പോർട്ടാണെങ്കിലും US കൊടുത്തിട്ടുണ്ട് എന്നുള്ള ട്രംപിന്റെ അവകാശവാദം ഒരു പരിധിവരെ ശരിയാണ്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഇത് അമേരിക്കൻ ടെക്നോളജി ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അമേരിക്കയ്ക്ക് കാര്യമായ പങ്കാളിത്തം അയൺ ഡോം ഉണ്ടാക്കിയ കാര്യത്തിലുണ്ട്. ഇസ്രയേൽ കമ്പനിയായിട്ടുള്ള റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവും ഇസ്രയേലിന്റെ എയറോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്നുകൊണ്ടാണ് അയൺ ഡോം ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ് പൊതുവേ നമുക്ക് അറിയാവുന്നത്. ഏകദേശം 2011 മുതൽ തന്നെ അയൺ ഡോം ഓപ്പറേഷണൽ ആയിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇതിന്റെ കോർ ടെക്നോളജി, ഡിസൈൻ ആയിക്കോട്ടെ, ഇതിലെല്ലാത്തിലും ഒരു US ടച്ച് ഉണ്ടായിരുന്നു, അത് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഈ കാര്യം US ഇത്രയും കാലം എവിടെയും ഒഫീഷ്യലായിട്ട് പറഞ്ഞിരുന്നില്ല എന്നതാണ് വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും ഒരു ഇസ്രായേൽ പ്രോഡക്റ്റ് ആയിട്ടാണ് ലോകം കണ്ടത്. അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടവും അല്ലെങ്കിൽ ജൂതരാഷ്ട്രമായിട്ടുള്ള ഇസ്രായേൽ പൊതുവെ ലോകരാഷ്ട്രങ്ങളെ പറഞ്ഞു വെച്ചത്, അവരോട് അവതരിപ്പിച്ചത് ഇത് ഞങ്ങളുടെ ടെക്നോളജി എന്നുള്ള രീതിയിലാണ്. ഇസ്രായേലിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം അവിടെ നിൽക്കട്ടെ,
ജൂതന്മാരുടെ കാര്യം പറയണം. യു എസിലായിക്കോട്ടെ, റഷ്യയിലായിക്കോട്ടെ, യൂറോപ്പിലായിക്കോട്ടെ, ഏഷ്യയിലായിക്കോട്ടെ, ജൂത സമൂഹത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും വലിയ സ്വാധീനമുണ്ട്. അവർ സാമ്പത്തികമായി വളരെ ശക്തരാണ്. ടെക്നോളജി പരമായിട്ടും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു സമൂഹമാണ്. പോപ്പുലേഷൻ വളരെ കുറവാണെങ്കിലും ആ പോപ്പുലേഷൻ മറ്റ് ജനസമൂഹങ്ങളുടെ പോപ്പുലേഷനിൽ നിന്ന് ടെക്നോളജി രംഗത്തും എക്കണോമിയിലുമൊക്കെ ഉള്ള കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ ജൂത സമൂഹത്തിൽ നിന്ന് ഇത് വളരെ കൂടുതലാണ്. വളരെ പോപ്പുലേഷൻ കുറവാണെങ്കിലും ജൂതന്മാർ ടെക്നോളജിയുടെ കാര്യത്തിലും അതുപോലെ സമ്പത്തിന്റെ കാര്യത്തിലും കുറച്ച് മുന്നിൽ നിൽക്കുന്നുണ്ട്. പല മേഖലയിലും പല രാജ്യങ്ങളിലും ഇവർക്ക് വേരുകളുണ്ട്. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിലെ ഒരു നിർണായക ശക്തിയാണ് ജൂത വോട്ടുകൾ. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ നിർണായകമാണ് ഏത് സീറ്റും ജയിക്കണമെങ്കിൽ. അതുപോലെ തന്നെയാണ് ശരിക്കും അമേരിക്കയിലെ പല നിർണായകമായ സീറ്റുകളിലും ജൂത വോട്ടുകൾ വളരെ പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു ഇസ്രയേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ളത് അമേരിക്കയിലാണ്. അപ്പൊ അത്രയും വലിയ സ്വാധീനമുള്ള ഒരു സമൂഹമാണ് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇസ്രയേലിന് ദോഷം വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ട്രംപിന് മുമ്പ് വരെ അധികാരത്തിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റുമാര് എല്ലാ കാലവും ഇസ്രയേലിനെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. ഇസ്രയേലിനെ ഒറ്റുകൊടുക്കുകയോ എവിടെയെങ്കിലും ഇതുപോലെ തള്ളിപ്പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് അയൺ ഡോമിന്റെ കാര്യത്തിൽ ഈ ട്രംപ്, അത് US പ്രസിഡന്റ് ആണ്. ഇപ്പൊ പല മാധ്യമ പ്രവർത്തകർ, സ്വതന്ത്ര നിരീക്ഷകര്, ബുദ്ധിജീവികളൊക്കെ പലപ്പോഴും US ഇൻവോൾവ്മെന്റിനെ കുറിച്ചൊക്കെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന അവരുടെ പ്രസിഡന്റ് തന്നെ ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അവിടെയാണ് അയൺ ഡോം ആരുണ്ടാക്കിയെന്ന ചർച്ച തുടങ്ങുന്നത്. നമുക്ക് ഈ ഒഫീഷ്യലായിട്ട് അറിയാവുന്ന ഡേറ്റകൾ പരിശോധിച്ചാൽ US ഇൻവോൾവ്മെന്റ് സാധാരണ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങിയ സമയത്ത് വലിയ രീതിയിലുള്ള ഫണ്ടിങ് ചെയ്തത് US ആയിരുന്നു. വലിയ ഫണ്ടാണ് അയൺ ഡോം എന്ന് പറയുന്ന ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കുന്നതിനായിട്ട് തുടക്കത്തിൽ US കൊടുത്തത്. ബില്യൺ കണക്കിന് ഡോളർ എന്ന് തന്നെ പറയേണ്ടി വരും. എയ്ഡ് ആയിട്ടാണ് കൊടുത്തത്, എന്ന് വെച്ചാൽ ലോണൊന്നുമല്ല, സൗജന്യമായിട്ടാണ് ബില്യൺ കണക്കിന് ഡോളർ US ഇസ്രായേലിന് കൊടുക്കുന്നത്. രണ്ടാമത്, ഇതിന്റെ കമ്പോണൻസ് കംപ്ലീറ്റ് നിർമ്മിക്കുന്നതിനായിട്ടുള്ള US സപ്പോർട്ട് വളരെ വലുതാണ്. തുടക്കകാലം മുതൽ തന്നെ US പല കമ്പനികളുമാണ് അയൺ ഡോമിന്റെ ഘടകങ്ങൾ പലതും നിർമ്മിച്ചു കൊടുത്തത്. ഇതിന്റെ ടെക്നോളജിയിൽ പല ഘട്ടങ്ങളിലും US ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ മാനുഫാക്ചറിംഗിൽ വലിയൊരു പങ്ക് US കമ്പനികൾക്കുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും US മെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല. അപ്പോൾ തന്നെ ഇത് പൂർണ്ണമായും ഇസ്രയേൽ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അയൺ ഡോം എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ നിലവിൽ നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റകൾ വെച്ച് പരിശോധിച്ചാൽ ഇസ്രയേലിനാണ് അതിൽ കൂടുതൽ പങ്കാളിത്തമുള്ളത്, അത് ഡെവലപ്പ് ചെയ്തതിൽ. US ഇൻവോൾവ്മെന്റ് ഫണ്ടിങ്ങിലും മാനുഫാക്ചറിങ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ ആയിട്ട് ലിമിറ്റഡ് ആണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ ഇതിപ്പോൾ ട്രംപ് ഒഫീഷ്യലായിട്ട് അത് ഞങ്ങളുടെ ടെക്നോളജി ആണെന്ന് ക്ലെയിം ചെയ്യുമ്പോൾ അത് ശരിയായിരിക്കുമോ എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കേണ്ടത്. അതിന് നമുക്ക് പരിശോധിക്കാൻ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ നമുക്ക് ആകെ ഉള്ളത് ഇസ്രായേൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ പട്ടിക എടുത്ത് വെച്ച് നമുക്കിത് പരിശോധിക്കാം. ഇസ്രായേൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ അറൌണ്ട് ഒരു 70% യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നിർമ്മിക്കുന്ന ആയുധങ്ങളാണ്. അതായത് ഇസ്രായേലിന്റെ കൈവശമുള്ള ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്ന് പറയുന്ന F-35 അടക്കം US നിർമ്മിക്കുന്നതാണ്. ഈ അയൺ ഡോമിനെ കുറിച്ചാണ് നമ്മുടെ ആളുകൾക്കിടയിലുള്ള മറ്റൊരു തെറ്റിദ്ധാരണ. പലരും പറയാറുണ്ട് ഈ അയൺ ഡോമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനം, അയൺ ഡോമിന്റെ മുന്നിൽ ബാക്കിയെല്ലാം നിഷ്പ്രഭമായി പോവും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. ശരിക്കും എന്താണ് അയൺ ഡോം എന്ന് ചോദിച്ചാൽ ഇസ്രയേലിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റം മാത്രമാണ്. പ്രത്യേകിച്ച് ഇതിന് എന്തിനെയൊക്കെ തടുക്കാൻ കഴിയുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഷോർട്ട് റേഞ്ച് റോക്കറ്റുകൾ, ഇപ്പോൾ സാധാരണ രീതിയിൽ ഇത് വരുന്നത് നമുക്കറിയാവുന്ന പോലെ ഹമാസോ ഹിസ്ബുള്ളയോ അങ്ങനെയൊക്കെയുള്ള ഇറാന്റെ പ്രോക്സി ടീമുകൾ ഉണ്ടല്ലോ, ഇവരയക്കുന്ന സാധാരണ രീതിയിലുള്ള ഷോർട്ട് റേഞ്ച് റോക്കറ്റുകൾ, ആർട്ടിലറി ഷെല്ലുകൾ, മോർട്ടാറുകൾ, അല്ലെങ്കിൽ സ്ലോ മൂവിംഗ് ഡ്രോണുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ റോക്കറ്റുകൾ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് റേഞ്ച് ആയുധങ്ങൾ, മിസൈലുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു പരിധിവരെ അയൺ ഡോമിനെ തടുക്കാനായിട്ട് കഴിയുക. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 4 മുതൽ 70 കിലോമീറ്റർ വരെയാണ്. അതിനപ്പുറമുള്ള വലിയ ആയുധങ്ങളെ അല്ലെങ്കിൽ വലിയ മിസൈലുകളെ തടുക്കാനുള്ള ശേഷിയൊന്നും ഈ അയൺ ഡോമിനില്ല. ഇസ്രയേലിന്റെ സാഹചര്യത്തിൽ ഇതൊരു കവചമാണ്. കാരണം ഇസ്രയേലിനെ ആക്രമിക്കുന്ന ആരാണ്? ഹമാസ്, ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹൂതികൾ, ഇവരൊക്കെയാണ്. ഇവരുടെ കൈവശമൊന്നും ബാലിസ്റ്റിക് മിസൈലൊന്നും ഇല്ലല്ലോ. റോക്കറ്റുകളോ അല്ലെങ്കിൽ തട്ടിക്കൂട്ടുന്ന ചെറിയ മിസൈലുകൾ അല്ലെങ്കിൽ ആർട്ടിലറി ഷെൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമല്ലേ നടക്കുന്നത്. അതിനെ തടുക്കാനായിട്ട് ലോ കോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണിത്. ഇസ്രയേലിന്റെ കൈവശമുള്ള ആരോ പോലെയുള്ള മറ്റ് എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ തന്നെ US മെയ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ഇപ്പോൾ ഇറാന്റെ കുറച്ച് ആക്രമണങ്ങൾ നേരത്തെ ഉണ്ടായി ബാലിസ്റ്റിക് മിസൈലുകൾ വെച്ച്. അത് ഇസ്രയേലിൽ പതിക്കുകയും നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇസ്രയേലിന്റെ മറ്റ് എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ ഫെയിലായി എന്നുള്ളതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആണ്.
അതിപ്പോൾ SRBM ആണെങ്കിലും MRBM ആണെങ്കിലും IRBM ആണെങ്കിലും ICBM ആണെങ്കിലും ഇതിനെ തടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. സാധാരണ എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ടൊന്നും പറ്റില്ല. അതേപോലെ തന്നെ ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വരുന്ന മിസൈലുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് സാധാരണ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഇതിനെ തടുക്കുക എന്ന് പറയുന്നത്. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിന്റെ കാര്യമൊന്നും പറയണ്ട. അത് ഇന്നത്തെ ICBMനെയൊക്കെ ഡിഫെൻഡ് ചെയ്യുന്ന തടുക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് പോലും തൽക്കാലം ഹൈപ്പർസോണിക്കിനെ നേരിടാനുള്ള ശേഷിയുണ്ടെന്ന് തോന്നുന്നില്ല. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളെയും ഇപ്പം നമ്മുടെ ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകളെയൊന്നും തടുക്കാനുള്ള ശേഷിയൊന്നും അയൺ ഡോമിനില്ല. അപ്പോൾ അയൺ ഡോമിന് ചെറിയ ചെറിയ റോക്കറ്റുകൾ പോലുള്ള ആക്രമണങ്ങളെയൊക്കെ തടുക്കാനേ കഴിയൂ. അപ്പോൾ അതിന് മുകളിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളോ അതിന് മുകളിലുള്ള ലോങ് റേഞ്ച് ഹൈ സ്പീഡ് മിസൈലുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അയൺ ഡോം വേസ്റ്റ് ആണ്. അതിനെ കൊണ്ട് തടുക്കാൻ പറ്റില്ല. അതാണ് വസ്തുത. അപ്പൊ ഈ അയൺ ഡോം എന്ന് പറയുന്നത് വേറെന്തോ വലിയ സംഭവമാണെന്ന് ഉള്ളൊരു ധാരണ പൊതുവേ നമുക്കൊക്കെ ഉണ്ട്. അത് അങ്ങനെയല്ല. ഇസ്രായേൽ ഉപയോഗിക്കുന്ന ആരോ എന്ന് പറയുന്ന ആന്റി ബാലിസ്റ്റിക് മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും US മെയ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. ഡ്രോണുകളും മറ്റുമൊക്കെ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ തീർച്ചയായിട്ടും മുമ്പിലാണ്. ബരാക്ക് 8 എന്ന് പറയുന്ന സർഫസ് ടു എയർ മിസൈൽ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയും ഇസ്രായേലും ചേർന്നൊക്കെ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഈ കോർ ടെക്നോളജി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ കൈവശമുള്ള പല ആയുധങ്ങളുടെയും കോർ ടെക്നോളജി എന്ന് പറയുന്നത് US സപ്പോർട്ടോടുകൂടി തന്നെയാണ്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. എന്ന് പറഞ്ഞ് ഇസ്രായേലും ഒരു ദുർബല രാജ്യമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വളരെ ശക്തമായ US പിന്തുണയുണ്ട്. അത് ഇല്ലാതായി കഴിഞ്ഞാൽ ഇസ്രായേലിനെ ചിലപ്പോൾ 4 സൈഡിൽ നിന്നും രാജ്യങ്ങൾ ആക്രമിക്കും. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ USന്റെ ഈ ഫോറിൻ പോളിസിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ഇസ്രായേലിനെയും സ്വതന്ത്രമായിട്ട് നിൽക്കാനായിട്ട് ഇനിയുള്ള കാലത്ത് പ്രേരിപ്പിക്കും. ഇസ്രായേൽ അവിടെയാണ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ട്രംപിന്റെ പല നിലപാടുകളോടും ഇസ്രായേലിന് കടുത്ത അതൃപ്തിയുണ്ട്. പക്ഷെ മറ്റു വഴികളില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർ ശരിക്കും സഹിച്ചു നിൽക്കുന്നത്. കാരണം ഇപ്പോൾ വലിയൊരു ആക്രമണം, തുടർച്ചയായിട്ടുള്ള ആക്രമണമൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് തീർച്ചയായും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. കാരണം ഇറാന്റെ പുറകിൽ ചൈനയും റഷ്യയും ഉണ്ട്. അതുപോലെ ഒരു സപ്പോർട്ട് ഇസ്രായേലിന് ആവശ്യമാണ്. അപ്പൊ ഇസ്രായേലിന് ഈ കഴിഞ്ഞ ഇസ്രായേൽ ഇറാൻ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് തന്നെ അമേരിക്കയാണ് പെട്ടെന്ന് തന്നെ ഇസ്രായേലിന് ആവശ്യമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് എത്തിച്ചു കൊടുത്തത്, ആവശ്യമായിട്ടുള്ള ബോംബുകൾ എത്തിച്ചു കൊടുത്തത്. ഈ എയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുമാത്രം പൈസയാണ് US ഇസ്രായേലിന് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സാമന്ത രാഷ്ട്രമായതുകൊണ്ട് കൂടിയാണ് അമേരിക്ക ചെയ്യുന്നത്. ഇപ്പൊ ട്രംപിന് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം അമേരിക്കയുടെ ആ ഒരു അപ്രമാദിത്വം എല്ലാവരുടെയും മുകളിൽ കാണിക്കണം. അവരുടെ സഖ്യരാജ്യങ്ങളുടെ മുകളിൽ അമേരിക്കയുടെ ആ ഒരു പവർ കൂടുതൽ ശക്തമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് നമ്മുടെ ഇന്ത്യക്ക് കാര്യമായ ഒരു കുഴപ്പമില്ല. കൂടെ നിന്ന സഖ്യരാജ്യങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണി വെച്ച് നോക്കുമ്പോൾ നമ്മൾ സേഫാണ്. 50% താരിഫ് ഒന്നും നമുക്കൊരു ഇഷ്യൂസേ അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് അതിജീവിക്കാവുന്ന കേസേ ഉള്ളൂ. അമേരിക്കയെ നേരിടുന്നതിൽ തൽക്കാലം, നാളെ ഇതുപോലെ ആകണമെന്നൊന്നുമില്ല, തൽക്കാലം ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. നമ്മുടെ മോദിയെ സമ്മതിച്ചേ പറ്റൂ. ഒരക്ഷരം പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പലരും നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പം കണ്ടാ മതി, അവര് തമ്മിലായിക്കോട്ടെ, നമ്മളിതിൽ പോയി തലവെച്ച് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയായിരിക്കും നരേന്ദ്രമോദി മനസ്സിൽ കാണുന്നത്. ഇതിൽ നമ്മളില്ല, അവര് തമ്മിലായിക്കോട്ടെ എന്നുള്ള രീതിയിൽ. കാരണം ട്രംപ് ഇതാ കൂടെ നിൽക്കുന്നവരെയൊക്കെ സമയം കിട്ടുമ്പോൾ പുറംതിരിഞ്ഞ് ചവിട്ടുകയാണ്. അപ്പൊ എന്തായാലും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ചെറിയ വിള്ളൽ ഇത് വീഴ്ത്തും. പക്ഷെ ഇസ്രായേലിന് US വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല ആഗ്രഹിച്ചാലും. കാരണം അത്രത്തോളം US ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. ഇസ്രായേൽ നമ്മുടെ സുഹൃത്ത് രാജ്യമൊക്കെയാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇസ്രായേൽ മാത്രമല്ല, സൗദി അറേബ്യ, ഖത്തർ, UAE, ഇന്തോനേഷ്യ, തുർക്കി, യൂറോപ്യൻ യൂണിയൻ, അതുപോലെ നമ്മുടെ സൗത്ത് കൊറിയ, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇതെല്ലാം, പാകിസ്ഥാൻ, ഇപ്പോൾ ബംഗ്ലാദേശ്, ഇതെല്ലാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സാമന്തരിൽപ്പെടുന്ന രാഷ്ട്രങ്ങളാണ് എന്നത് ഒരു ദുഃഖകരമായ വസ്തുതയാണ്. സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഉള്ള കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. ഇന്ത്യ, ചൈന, റഷ്യ, ഉത്തര കൊറിയ, ഇറാൻ, പിന്നെ അല്ലറ ചില്ലറ ചെറിയ രാജ്യങ്ങൾ. നിലവിൽ തൽക്കാലത്തേക്കെങ്കിലും സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ഇതൊക്കെ നമുക്ക് പറയാം. ബാക്കിയുള്ള ഒട്ടുമിക്ക ലോകത്തെ രാജ്യങ്ങളെയും ഈ പറയുന്ന അമേരിക്ക നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.